മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നു. ഇപ്പൊ ഏതാണ്ട് കുറച്ച് ദിവസമായി. അപ്പോ മോദി സർക്കാർ വരും, മൂന്നാം മോദി സർക്കാർ വരും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. നമ്മൾ കാത്തിരിക്കുന്നു. ഈ ദിവസമായിട്ടും ഈ സർക്കാര് ഘടകകക്ഷികള് ഇപ്പൊ കുറച്ച് ഘടകകക്ഷികളോട് ചേർന്നിട്ടാണ് സീറ്റ് വന്നിരിക്കുന്നത്. സീറ്റ് കറക്റ്റ് ഒറ്റയ്ക്കുള്ള ഒരു അപ്രമാദിത്വം BJPക്ക് ഇല്ല. അപ്പൊ എങ്ങനെ സാർ ഈ കൂട്ടുകക്ഷിയിൽ ഇപ്പോ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ ഇദ്ദേഹത്തിനെ ഭരിക്കാൻ അനുവദിക്കുമോ? ഇവരുടെ മലയാളി വാർത്തയും മലയാളി വാർത്ത തന്നെ ഇത് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അയ്യപ്പദാസ് പറഞ്ഞത് കൊണ്ട് പറയാം. ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കാര്യം അവർക്ക് കൊടുത്തത് പോരാ എന്നുള്ള ഒരു, അവർക്ക് കൊടുത്തത് പോരാന്നും കിട്ടിയത് പോരാന്നും അവര് ആരോടും പറഞ്ഞു? അവര് പറഞ്ഞില്ലല്ലോ. ചർച്ചകളൊക്കെ ഉണ്ട്. അവര് പറഞ്ഞിട്ടില്ലല്ലോ. എപ്പോഴും ഇപ്പോഴൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മാധ്യമം പത്രക്കാരോട് ഒരു ഉദാഹരണം ഞാൻ പറയാം. ചിരാഗ് പസ്വാൻ എന്ന് പറയുന്ന ബീഹാറിലെ ബീഹാറിലെ ലോക് ജനശക്തി പാർട്ടിയുടെ നേതാവ് രാംവിലാസ് പാസ്വാന്റെ മകന ഇന്ന് ലോകസഭയിലുള്ളതില് ചെറുപ്പക്കാരുടെ കൂട്ടത്തില് അല്ല ഏറ്റവും പ്രഗത്ഭനായ ഒരു യുവാവാണ്. ഞാൻ അദ്ദേഹത്തിന് ഈ ലോകസഭ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് മൊത്തം 5 MP ഉള്ളൂ. ആ ചിരാഗ് പസ്വാൻ ഒരു ഇതും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും 5 മന്ത്രിസ്ഥാനവും ചോദിച്ചെന്നാ പറഞ്ഞത്. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റും ചോദിച്ചു, സഹമന്ത്രിസ്ഥാനവും ചോദിച്ചെന്നാണ് അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത്. ചില മാധ്യമങ്ങൾ ആകെപ്പോഴെ 5 MP ഉള്ളൂ. ഇത് പിന്നെ വീട്ടിലെ വേലക്കാരൻ എടുക്കാനാണ് 6ാമത്തേത്. അതൊക്കെ വെറുതെ. വിഷയം അടിസ്ഥാന വിഷയം അതല്ല. അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് പൂർണ്ണ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരാൾക്ക് BJPക്ക് തന്നെ മൊത്തം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 303ഉം 252 ഒക്കെ ഉണ്ടായിരുന്നു. നേരത്തെ NDAക്ക് കൂടുതലുണ്ടെങ്കിലും ആരെയും ആശ്രയിക്കാതെ ഭരിക്കാൻ പറ്റിയിരുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഈ 2 പേരുടെ സഹായത്തോടുകൂടി ഭരിക്കേണ്ടി വരുമ്പോൾ എന്താ ബുദ്ധിമുട്ടുണ്ടാവും എന്നാ ചോദിക്കുന്നത്. അതെനിക്ക് പറയാനുള്ളത്, ഈ വല്ലഭന് പുല്ലും ആയുധം എന്ന് പറയില്ലേ, പ്രയോഗിക്കണമെന്ന് താല്പര്യമുള്ള, രാഷ്ട്രത്തിന്റെ താല്പര്യം വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള, എന്റെ ജീവനും സ്വത്തും എല്ലാം രാഷ്ട്രത്തിന് വേണ്ടിയാണെന്ന് പൂർണ്ണമായിട്ടും സമർപ്പിച്ചിട്ടുള്ള ഒരു നേതാവിന് പൂർണ്ണകക്ഷിയാണേലും പ്രശ്നമില്ല, കൂട്ടുകക്ഷിയാണേലും പ്രശ്നമില്ല, ഏകകക്ഷിയാണേലും പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത കാലം അദ്ദേഹത്തിന് വഴിയൊരുക്കി കൊടുത്തുള്ളൂ. ഇതാണ് എനിക്ക് ശരിക്കും താത്വികമായി കുറിച്ച് പറയാനുള്ളത്. ഇനി പ്രായോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാരതത്തിൽ പലതരം ഈ കൂട്ടുകക്ഷി മുന്നണികളും കണ്ടിട്ടുണ്ട്. അതായത് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും സ്വന്തം പാർട്ടിക്ക് വളരെ കുറച്ച് അംഗസംഖ്യ മാത്രമുള്ള 150-ൽ താഴെ അല്ലെങ്കിൽ അടുത്ത് മാത്രം അംഗസംഖ്യയുള്ള BP വിശ്വനാഥ് പ്രതാപ് സിംഗിന്റെ, ചന്ദ്രശേഖരുടെ, ദേവേഗൌഡയുടെ, ഐക്യ ഗുജറാളിന്റെ, സോണിയാഗാന്ധിയുടെ ഗൾഫിൽ മൻമോഹൻ സിംഗിന്റെ ആദ്യം 145 ഉണ്ടായിരുന്നു, രണ്ടാമതായി 206 വന്നത്. സർക്കാർ ഭരിക്കും നമ്മൾ കണ്ടു. ഈ സർക്കാരൊക്കെ ഭരിക്കുമ്പോഴും കൂട്ടുകക്ഷിയായിരുന്നില്ലേ? നരസിംഹറാവു ഭരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 232 സീറ്റ്, കൂട്ടുകക്ഷി പോലും ഇല്ലായിരുന്നു, മൈനോറിറ്റി ഗവൺമെന്റ് ആണ്, എന്നിട്ടും ഭരിച്ചില്ലേ? ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഈ ഭരണം നടന്നു പോകുന്നതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ഒരു കെമിസ്ട്രി തമ്മിലുള്ളത്. അതൊക്കണം. അതിനൊക്കെ അപ്പുറമായിട്ട് ഈ ഏറ്റവും വലിയ കക്ഷിയുടെ അംഗസംഖ്യ പ്രധാനമാണ്. അതിന്ന് BJPക്ക് 240 ഉണ്ട്. ഭൂരിപക്ഷത്തിൽ 32 കുറവുള്ളൂ. ഇനിയും INDA മുന്നണിയുടെ മൊത്തം കൂട്ടിയാലും എത്രയുണ്ട്? 234 ഉള്ളൂ. BJPക്ക് ഒറ്റയ്ക്കുള്ളത് കുറവാത്. ഇനി ഒരു 17 പേരുണ്ട് വേറെ, ആരുടെയും കൂടെ ഇല്ലാത്ത. അവരെ കൂടെ കൂട്ടിയാൽ പോലും അവരെ എങ്കിൽ പോലും ഭൂരിപക്ഷം കിട്ടില്ല. ആ ഒരു മുന്നണിക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന? തന്നെയല്ല, ഞാനൊരു കാര്യം പറയാം. ഈ പറയുന്ന INDA മുന്നണി, ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്,
ഓരോന്നായിട്ട് അകന്നകന്ന് പോയി ഏതാണ്ട് ഒരു ഡിസംബർ 2024 ഡിസംബർ ആകുമ്പോൾ ഈ ഒരു സാധനത്തിന്റെ പേര് പിന്നെ കാണുകയല്ല, പുതിയ പേര് കണ്ടുപിടിക്കേണ്ടി വരും. പരസ്പരം വിഷയങ്ങൾ അവർ തമ്മിലുണ്ട്, വിഷയങ്ങളുണ്ട്. മോദി മറ്റൊരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് നേതാവായി മാറും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ ഒരു കാര്യം നോക്കി, ഇവരെല്ലാം പറഞ്ഞെങ്കിലും എല്ലാം കഴിഞ്ഞപ്പോഴും മുന്നണിക്ക് കൊടുത്ത സീറ്റുകളുടെ എണ്ണം എത്രയാ? അവർ ഓരോ ഘടകകക്ഷികൾക്കും കൊടുത്തത് എത്ര? ചിലർക്കൊക്കെ ഒരു ക്യാബിനറ്റ് മന്ത്രി, ഒരു സഹമന്ത്രി മാത്രം, ഒരു കൂട്ടർ NCP ആണ് അത് വേണ്ടെന്ന് പറഞ്ഞു പോയി. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിലൊക്കെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട കാര്യം ഇതൊന്നുമല്ല. ഈ കൂട്ടുകക്ഷികളുടെ പിന്തുണ പറയുന്നതിനൊക്കെ അപ്പുറമായിട്ട് ചില കൃത്യമായ കർമ്മ പരിപാടികൾ, ലക്ഷ്യങ്ങൾ ഒക്കെ വെക്കുകയെന്ന് വിചാരിക്കുക. ഞാൻ വേറൊരു കാര്യം, അതിനകത്ത് വേറെ സംഗതി ഞാൻ പറയുന്നു. ഭൂരിപക്ഷമില്ലാത്ത അടൽ ബിഹാരി വാജ്പേയി പൊക്രാനിൽ ആ പരീക്ഷ നടത്തിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഇമേജ് മാറിയില്ലേ? അടുത്ത ഇലക്ഷൻ ജയിക്കുകയും ചെയ്തില്ലേ? എന്ന് പറയുന്ന പോലെ രാജ്യത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ പ്രതിരോധത്തിനും ലോകരാജ്യങ്ങൾ മുമ്പ് രാജ്യത്തിന്റെ പേരിനും ഒന്നുകൂടെ അടി ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയൊരു പദ്ധതി മോദി ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന അന്തരീക്ഷം എല്ലാം മാറും. അത് ചെയ്യുന്നതിനുള്ള കരവിരുതും കൈയടക്കവും മോദിക്കുണ്ട്. ഇനി വേറെ അങ്ങ് പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരിക. ഇലക്ഷന് മുമ്പ് തന്നെ സാധാരണ ഒരു രീതിയുണ്ട്. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു ഗവൺമെന്റ് മാറി വേറൊരു ഗവൺമെന്റ് മാറി വരുന്ന സന്ദർഭത്തില് നിയമസഭ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ആണെങ്കിലും സെൻട്രൽ സെക്രട്ടേറിയറ്റ് ആണെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ അവധിയെടുത്ത് പോകാനും ഇനി ആരാ വരുമെന്ന് അറിയട്ടെ, അതുവരെ വെറുതെ ഇരിക്കുക പണി. പക്ഷെ ഇദ്ദേഹം ചെയ്തത് അങ്ങനല്ല. ഫെബ്രുവരി മാസമായപ്പം എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ടാസ്ക് കൊടുത്തു. പുതിയ ഗവൺമെന്റ് വരുമ്പോഴത്തേക്ക് 100 ദിവസത്തെ കർമ്മപുരാണ് റെഡിയായിക്കണം. അത് റെഡിയായതുകൊണ്ട് ഇന്ന് വാർത്ത വന്നു. ഇന്നലെ അഗ്രികൾച്ചറൽ സെക്ടറിലേക്കുള്ള ബില്ല് ഒപ്പിട്ടു. പല കാര്യങ്ങൾ, ഏറ്റവും പ്രധാന കാര്യം അങ്ങ് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല, ഉച്ചക്കലത്തെ വാർത്തയാണ്. ചൈനയ്ക്ക് പണി കൊടുത്തിരിക്കുന്നു. ഇന്ത്യയുടെ സ്ഥലങ്ങളുടെ പേര് മാറ്റി ചൈന ഒരു പണി കാണിച്ചല്ലോ. അതിന് അതേ ലെവൽ തിരിച്ചു കൊടുത്തിരിക്കുന്നു. മെസ്സേജ് കൊടുത്തു, 2 മണിക്ക് കൊടുത്തു. സോ ഹീസ് ഓൺ ദ ജോബ്. ഒന്നും സംഭവിക്കാത്ത പോലെ അദ്ദേഹം ജോലിയിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കി. അമേരിക്കയിലേക്ക് കയറുന്നതിന് വിസ കൊടുക്കാതിരുന്നല്ലേ അമേരിക്ക? ആ അമേരിക്കൻ സർക്കാരിന് അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അമേരിക്കയോട് ഭയങ്കര എതിരായിരുന്നു. ഈ സീതാറാം യെച്ചൂരിയും സോണിയാഗാന്ധിയും നമ്മുടെ ഇവിടുത്തെ MP-മാരും കേരള കോൺഗ്രസ് MP-മാരും എല്ലാവരും കൂടെ ഒപ്പിട്ട് കൊടുത്തു. കമ്മ്യൂണിസ്റ്റുകാരും വരെ ആദരണീയനായ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാല് പിടിച്ചു പറഞ്ഞു മോദി അങ്ങോട്ട് കയറ്റണമെന്ന്. അവര് പറഞ്ഞു ശരി, മോദി ഇങ്ങോട്ട് വരണ്ടെന്ന്. ആ മോദിക്ക് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് വിസിറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. അത് റിപ്പബ്ലിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിനോടാണെങ്കിലും ഡെമോക്രാറ്റായ ബൈഡനോടാണെങ്കിലും അതിനു മുമ്പ് നമ്മുടെ ഇദ്ദേഹത്തോടും ഒബാമ ഒരു പ്രയാസമില്ല. വേണ്ട, ചൈനയോടും പാകിസ്ഥാനും ഇടപെടുന്ന അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്. ഉക്രൈനും റഷ്യയും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പം 2 കൂട്ടരോടും റഷ്യയോട് പ്രത്യേകം പറഞ്ഞു, ഇത് യുദ്ധത്തിനുള്ള സമയമല്ല, ദിസ് ഈസ് നോട്ട് ദ ടൈം ഫോർ വാർ. അതുപോലെ ആ സമയത്തൊരു കാര്യം കണ്ടില്ലേ, അവിടുന്ന് വിദ്യാർത്ഥികളെ കൊണ്ടുവരാൻ വേണ്ടി സമരം, യുദ്ധം നിർത്താൻ വേണ്ടി 2 പേരോടും. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഒന്നും വേണ്ട, കോവിഡ് വന്നപ്പോഴും ഈ ലോകത്തെ വഴികാട്ടാൻ ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നതിന് തയ്യാറായ ഒരു മനുഷ്യന്. അതുപോലൊരു കാര്യം കൂടി ഞാൻ പറയാം. പിന്നെ നമ്മൾ ഈ പൊതുവെ കാണുന്നതിനപ്പുറം പുള്ളി വ്യക്തിപരമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിന് വളരെ സമർത്ഥനാണ്. അതൊരു പ്രത്യേകതയാണ്. സോണിയാഗാന്ധിയും അഹമ്മദ് പട്ടേലും കൂടെ എനിക്ക് തോന്നുന്നത് ഡാമൻ ഐലൻഡിലാണെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് അവിടെ ഒരു അപകടം ഉണ്ടായി എന്നറിഞ്ഞു. നിമിഷ നേരം കൊണ്ട് ഹെലികോപ്റ്റർ അയക്കുന്നതിനുള്ള സംവിധാനം ഇദ്ദേഹം ചെയ്തു. അപ്പൊ അവിടുന്ന് അഹമ്മദ് പട്ടേൽ വിളിച്ചു പറഞ്ഞു, വേണ്ട, ഹെലികോപ്റ്റർ കുഴപ്പമുണ്ടായാലും ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞു. അതുപോലെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത്, ഇതിൽ 2019 ഇലക്ഷൻ സമയത്ത് സോണിയാഗാന്ധിക്ക് ഇവിടെ വെച്ച് UP വെച്ച് എന്താ ബുദ്ധിമുട്ടെന്ന് കരുതിയപ്പം ഇമ്മീഡിയറ്റ്ലി സഹായത്തിന് വേണ്ടി ഇറങ്ങി, അതിനുള്ള വ്യവസ്ഥ ചെയ്തു. അങ്ങനെ മറ്റുള്ളവരുടെ ആരോടും ഈ രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം രീതിയൊന്നും അല്ല, പിണറായി വിജയന്റെ ഒന്നും സ്വഭാവം രീതിയല്ല ഇദ്ദേഹത്തിനുള്ളത്. മനുഷ്യരുടെ ഇടപാട് അറിയാം. അതിന് കാരണമുണ്ടെന്നേ.
നമ്മളിപ്പോ കേൾക്കുന്നൊരു കാര്യമുണ്ട്, ജോഡോ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി ലോകം മുഴുവൻ പോയെന്ന്. പക്ഷെ ഇദ്ദേഹം ഈ രാഹുൽ ഗാന്ധി ജോഡോ യാത്രയെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ്, താൻ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഒരു പ്രചാരകനായിരുന്ന കാലത്ത് ഭാരതത്തിൽ നരേന്ദ്രമോദി സന്ദർശിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു സംസ്ഥാനം, ഒരു ജില്ല, ഒരു താലൂക്ക് ഉണ്ടോന്ന് ആരെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കണം. കന്യാകുമാരി ഇപ്പൊ വന്നൊക്കെ ഇപ്പൊ അല്ലേ, ഇതിനു മുമ്പ് അദ്ദേഹം എത്രയോ അങ്ങനെ ഭാരതത്തിലെ മണ്ണുമായും സാഹചര്യവുമായും ഇവിടെ പരസ്പരം പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്ന വഴിയും കൂട്ടുകക്ഷി മുന്നിൽ അത് പ്രധാനമാണ്. ഒരു പരസ്പരം പ്രശ്നമുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യുന്നതിന് സാമന്താനം ഭേദം തണ്ണം എല്ലാം ഉപയോഗിക്കുന്നുണ്ടോ? എല്ലാ പ്രധാന വകുപ്പുകളും ഇപ്പൊ BJP തന്നെയാണ് വെച്ചിരിക്കുന്നത്. പഴയതുപോലെ തന്നെയാണ്. അതിന് ആദ്യം ഒരു കഥയുണ്ടായിരുന്നു. അതിലെ പിന്നെ ഇദ്ദേഹം ഈ അത് കൊടുത്ത സന്ദേശം എന്തറിയോ? അതെല്ലാം ചോദിക്കുന്നു. അതല്ല, അതിന്റെ സന്ദേശം എന്ന് പറഞ്ഞാല് അദ്ദേഹം ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. 2047 ആകുമ്പോഴത്തേക്ക് ഭാരതത്തിനെ ലോകത്തിലെ 3ാമത്തെ ശക്തിയായിട്ട് മാറ്റണം. ലോകത്തിന് വഴി കാണിച്ചു കൊടുക്കുന്ന ശക്തിയായിട്ട് ഭാരതം മാറണം. ഈ ലക്ഷ്യം വെച്ച് പോകുന്ന ആളിന് ഈ വരുന്ന 5 കൊല്ലത്തേക്കും കൃത്യമായ പദ്ധതിയുണ്ട്. 5 ട്രില്യൺ എക്കണോമി, 10 ട്രില്യൺ എക്കണോമി, സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തില്, ഡിജിറ്റലൈസേഷന്റെ കാര്യത്തില് ഇതെല്ലാം കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമുള്ള ആളിന് വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാല് ആ വിട്ടുവീഴ്ച അത് ഭാരതത്തിന്റെ വികസനത്തെ ബാധിക്കുന്ന വിട്ടുവീഴ്ചയാവും. അതുകൊണ്ട് അദ്ദേഹം ചെയ്യാൻ തയ്യാറാവില്ല. അതിന് പറ്റുന്ന ആളുകൾ, ഇപ്പൊ അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. സ്കിൽ ഡെവലപ്മെന്റ് മന്ത്രിയാക്കിയിരിക്കുന്നത് ഒരു ചൗധരി തരൺ സിംഗിന്റെ കൊച്ചുമകനെയാണ്. അയാൾ എഡ്യൂക്കേറ്റഡ് ആണ്, കഴിവുണ്ട്, കൽപ്പുണ്ടാക്കി. അങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്നാണെ പോലും ആളുകളെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്നെ ഭാരതത്തിന്റെ വികസനമാണ്. ഭാരതത്തെ ഇന്ന് കാണുന്ന ഇന്നലെ കണ്ട ഭാരതത്തിൽ നിന്ന് 2014 നരേന്ദ്രമോദി വരുമ്പോൾ ഉണ്ടായിരുന്ന ഭാരതത്തിന്റെ അവസ്ഥ കൃത്യമായി ഓർക്കുന്നവർക്ക് നമ്മുടെ സാമ്പത്തിക അവസ്ഥ എവിടെ വരെ താഴോട്ട് പോയിരുന്നു, അഴിമതിയുടെ ലെവൽ എവിടെയായിരുന്നു. അതുപോലെ തന്നെ ലോകത്തിന്റെ ഭാരതത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ലോകത്തിലെ ഏറ്റവും താഴെയുള്ള 5, അതായത് തകരാൻ സാധ്യതയുള്ള 5 എക്കണോമികൾ ഒന്നായിരുന്നു ഭാരതം. ആ ഭാരതം ഇന്ന് ഏത് ലെവലിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം ആയിരുന്നില്ല. ചെയ്യാൻ ഇനിയും പലതും ബാക്കിയുണ്ട്. പറയത്തില്ലേ, ദ വുഡ്സ് ആർ ലവ്ലി ഡീപ്പ് ആൻഡ് ഡാർക്ക് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്. ആ നെഹ്റുവിന്റെ ഡയറിയിലെ വാചകങ്ങൾ, വനം മനോജ്ഞം നിബിഡം വിശാലം അനൽപമാം ജോലി കൊണ്ടെനിക്ക് ഒരിറ്റു ദൂരം വഴി സഞ്ചരിച്ച് നിലച്ചിടേണ്ടു തലയൊന്ന് ചായ്ക്കാൻ എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന് റെസ്റ്റ് ചെയ്യാൻ സമയമില്ല. അപ്പൊ അങ്ങനെയാകുമ്പം ഈ മനുഷ്യന്റെ ഉദ്ദേശശുദ്ധി കണ്ടു കഴിയുമ്പം കൂട്ടുകക്ഷികളും കോംപ്രമൈസ് ചെയ്യും. പിന്നെ ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാം, സമയത്തിന്റെ ഉണ്ട്. ഇവര് പറയുന്ന 2 വ്യക്തികൾ, നിതീഷ് കുമാർ, ഞാൻ വേറെ എന്തോ ഒരു ചാനലിൽ ഇത് പറഞ്ഞാണെങ്കിൽ ഞാൻ എടുത്തു പറയുക. നിതീഷ് കുമാറിന് ബാക്കി എന്തെല്ലാം ആരോപണം ഉണ്ടെങ്കിലും, എന്തെല്ലാം അല്ല, പ്രത്യേകിച്ച് ഈ കാര്യം പറഞ്ഞുണ്ടെങ്കിലും, അല്ല, നിതീഷ് കുമാറിന്റെ കാര്യം ആദ്യം പറയാം. അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണം ഇന്ന് വരെ ഒരു ഘട്ടത്തിലും വന്നിട്ടില്ല. അഴിമതി ആരോപണം ഇന്ന് വരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ പൾട്ടൂറ, അതായത് കാലുമാറ്റക്കാരനാണെന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ മനുഷ്യൻ ആ പേര് ഇനിയും സമ്പാദിക്കാൻ നോക്കുവോ, അതോ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏതാണ്ട് ഈ സന്ദർഭത്തില് ഈ വേണ്ടാത്ത പേര് ദോഷം കെട്ടിവെക്കാതെ സൂക്ഷിച്ചു കണ്ട് കൈകാര്യം ചെയ്യുമോ? ഒന്ന്. രണ്ടാമത് ബീഹാറിൽ ഇലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിതീഷ് കുമാർ ഇനി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ചന്ദ്രബാബു നായിഡു, അദ്ദേഹം ജീവിതത്തിൽ അനുഭവിക്കേണ്ടതും കാണേണ്ടതും എല്ലാം കണ്ടു കഴിഞ്ഞ ഈ ജഗൻമോഹൻ റെഡ്ഡി എങ്ങനെ കാണിച്ചത് അറിയാമല്ലോ. ഇനി അപ്പുറത്തോട്ട് ചെന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാം, അവിടെ ചെന്നാലുള്ള സാഹചര്യം അറിയാം. അതുകൊണ്ട് അവിടെ നിന്നും അങ്ങനെ ഒരു സാഹചര്യം അവരൊന്നും പെട്ടെന്ന് കയറിയിട്ടൊരു മണ്ടത്തരത്തിന് ഈ ഒരു സർക്കാർ ഉറപ്പുള്ള സർക്കാരാ. ഇതിനെ കളഞ്ഞിട്ട് രണ്ട് സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയായിട്ടിരിക്കുക, അങ്ങനെ തയ്യാറാവില്ല. അതിനൊക്കെ അപ്പുറം വേറെ അപ്പുറത്ത് നിൽക്കുന്നവരോ ഇവരിപ്പോഴീ നമ്മുടെ നിതീഷ് കുമാറിനെ പൾട്ടൂറാമെന്ന് പറഞ്ഞു. ശരത് പവാറോ, സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാൻ
സാധ്യതയുണ്ടെന്ന് കണ്ടപ്പം വിദേശ വനിത കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നു, പ്രധാനമന്ത്രിയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് വിട്ടു പോയ ആളാണ് ശരത് പവാർ. അധികാരത്തിന് വേണ്ടി എന്തെല്ലാം മാറ്റം വരുത്തിയിരിക്കുന്നു. ഒരു പ്രാവശ്യം അടൽ ബിഹാരി വാജ്പേയി ലോക്സഭയിൽ പറയുക പോലും ചെയ്തു, അധികാരത്തിന് വേണ്ടി സ്വന്തം പാർട്ടിയെ തള്ളി പറയുക, പാർട്ടി വിട്ടുപോവുക, ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ദാവൂദ് ഇബ്രാഹിമായിട്ടും ബോംബെയിലെ അധോലോകവുമായിട്ടും ഒക്കെ പ്രകടമായ ബന്ധമുള്ള ശരത് പവാറിനെ പോലത്തെ ആളിനെയും നിൽക്കുന്ന മുന്നണിയാണ്. അതുപോലെ വേറൊന്നും ഞാൻ ചോദിക്കുക, അത് പലർക്കും ഇഷ്ടപ്പെടത്തില്ല. DMK രാജീവ് ഗാന്ധിയെ കൊലപാതകം ചെയ്ത LTTയുമായിട്ട്, ആ LTTയോട് കൃത്യമായി അനുഭാവം ഉണ്ടായിരുന്ന, അനുകമ്പ ഉണ്ടായിരുന്ന, അവർക്ക് വേണ്ടി ശബ്ദിച്ച കരുണാനിധിയുടെ പാർട്ടിയുമായിട്ടാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ബന്ധമുണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ഇവർക്ക് നിതീഷ് കുമാറിനെ കുറ്റം പറയാൻ എന്താ അവകാശമുള്ളത്? വേണ്ട. ഇന്ദിരയെ കൊന്ന് ആ ബിന്ദരന്മാരെയും അയാൾ ബന്ധപ്പെട്ട ഖാലിസ്ഥാനും, ആ ഖാലിസ്ഥാൻവാദികളുമായിട്ട് പ്രകടമായ ബന്ധം പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി. ആ ആം ആദ്മി പാർട്ടിയോട് ചേർന്ന് പഞ്ചാബിലെ ഖാലിസ്ഥാൻകാരോട് ചേർന്ന് മുന്നണി ഉണ്ടാക്കാൻ തയ്യാറാവുന്ന സോണിയയ്ക്കും രാഹുലിനും ഒക്കെ ഈ നിതീഷ് കുമാറിനെയോ അല്ല ചന്ദ്രബാബു നായിഡുവിനെ പോലും കുറ്റം പറയാൻ എന്ത് അർഹതയാണുള്ളത്? നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. എങ്ങനെ ഈ മോദി കുറെ കൂടി വളരെ നല്ലൊരു ടാക്ടിക്സ് ഉള്ള ടാക്ടിക്സ് അല്ല ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. 424 കൂടുതൽ സീറ്റ് കിട്ടിയ രാജീവ് ഗാന്ധിക്ക്, 84 കിട്ടിയ രാജീവ് ഗാന്ധിക്ക്, അത് ഓർക്കണം. അമ്മയുടെ മരണം കഴിഞ്ഞപ്പം ആ അമ്മയുടെ മരണം സംഭവിച്ചതുള്ള അനുകമ്പ വോട്ട് കിട്ടാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പുറകോട്ട് വെച്ചു, എത്രയും പെട്ടെന്ന് നിർത്തി. അങ്ങനെ കിട്ടിയ 400 സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എത്ര ഉണ്ട്? 196 മറ്റുണ്ട് ഇല്ലേ? അപ്പൊ 496 വന്നുള്ളൂ. ഇപ്പൊ മോദി ഇപ്പം എത്രയാ വന്ന്? 303 അല്ല 282, 240 വന്നുള്ളൂ. ഇത് നേരെ തിരിച്ച് അതുപോലെ തന്നെ മറ്റേ സിനിമ പറയത്തില്ലേ, പുലി പതുങ്ങുന്നത് കുതിക്കാനെന്ന് പറയല്ലേ, ഉറപ്പായിട്ട് ഞാൻ പറയുക, ഈ സമയത്ത് കൂടുതൽ ലക്ഷ്യബോധത്തോടു കൂടി, ഉത്തരവാദിത്വത്തോടു കൂടി ഭാരതത്തിന്റെ വികസനത്തിന്റെ വഴി വേഗത കൂട്ടിയതാകും, കൃത്യമായ ദിശയിലേക്കാകും. അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പം 2029 ഇലക്ഷന് ഒരുപക്ഷെ ഇപ്പം കിട്ടാതിരുന്ന 400+ എന്നുള്ളത് 450+, 400-ലധികം എന്ന് പറയുന്നത് 450-ലധികമുള്ള അവസ്ഥയിലേക്ക് വരുമെന്നാണ് ഭാരതത്തോട് പ്രതിബദ്ധതയുള്ള ഏതൊരു സാധാരണ മനുഷ്യനും ചിന്തിക്കാൻ കഴിയുന്നത്.